ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ലക്ഷദ്വീപ് ഡേ 2 ആണ് ചെയ്യുന്നത്. എൻ്റെ ഡേ 1 വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ മുകളിലാണ് നമ്മുടെ റൂം, താഴേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ പുറത്തുതന്നെ സെറ്റാണ്. ഇവിടെ കുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാടൻ ഫുഡ് തന്നെയായിരുന്നു നമുക്ക്, അതുകൊണ്ട് ഫുഡിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇടിയപ്പവും ഗ്രീൻ പീസും അറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മളോട് റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, സൺസ്ക്രീനൊക്കെ ഇടുന്നുണ്ട്. ഇവിടുന്ന് തിരിച്ച് വന്നിട്ട് നമുക്കുണ്ടായൊരിതെന്ന് പറയുന്നത് നല്ലപോലെ സൺ ടാൻ ഉണ്ടായിരുന്നു. മുഖത്തും കയ്യിലും കാലിലൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗങ്ങളിലൊക്കെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫുൾ കൈ ആണെങ്കിൽ കൈയുടെ ആ ഒരു ബാക്കി പോർഷനും, പിന്നെ ഹാഫ് കൈ ആകുമ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോൾ നമുക്ക് തോന്നിയൊരു മാറ്റം അതാണ് കേട്ടോ. അപ്പോൾ ഇത് സൺസ്ക്രീൻ ഇട്ടിട്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. പല ബ്രാൻഡിൻ്റെ ഉണ്ടാവാം, അങ്ങനെ പല രീതിയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടാവാമായിരിക്കും. നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോയത്. ഫസ്റ്റ് ടൈമാണ് സൺസ്ക്രീൻ വാങ്ങുന്നത്, മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല ചൂടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെയിലിനൊക്കെ നല്ല ചൂടാണ് അവിടെ. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് ജെട്ടിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ ഡേ 1 കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ബോട്ട് വന്നിട്ടില്ല കേട്ടോ, അപ്പോൾ കുറച്ച് സമയം കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ലക്ഷദ്വീപിലെ കുട്ടികൾ തന്നെയാണ്, അവർ ചൂണ്ടയിടുകയാണ്. അങ്ങനെ ഒരു മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നല്ല ക്ലിയർ വെള്ളമാണ്, നമുക്ക് ഇപ്പം നോക്കിയാൽ തന്നെ കാണാമായിരുന്നു. കുറച്ച് മീനുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളറ് നിങ്ങൾ കാണുന്നുണ്ടാവും, എന്തൊരു ക്ലിയറാണ്. ഈ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ട്, പിന്നെ കുറച്ചങ്ങോട്ട് സാധാരണ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു കളറില്ല, അതും കാണാം. പിന്നെ ഞങ്ങൾ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറെ തന്നെ നമ്മൾ നടുക്കൊക്കെ എത്തിയപ്പോൾ ഡാർക്ക് ബ്ലൂവും കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ, ചൂണ്ടയിടാം. അതിനെന്തോ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സംഭവങ്ങളും ഉണ്ട്, പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബോട്ട് യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു 2-3 ഫാമിലിയൊക്കെയാണ് ഒരു ബോട്ടിൽ. പലരും പല ഗ്രൂപ്പായിട്ടും പല രീതിയിലുള്ള ബോട്ടുകളിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ ഇതിൽ ചെറിയൊരു ബാത്റൂമൊക്കെ ഉണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ. അങ്ങനെ ഓരോരുത്തരും ഓരോ സൈഡിലൊക്കെ ആയിരുന്നു. നമ്മൾ മാറി മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിലായിട്ടും ബാക്ക് സൈഡിലായിട്ടും പിന്നെ സൈഡിലും. നടുക്ക് ഇങ്ങനെ സീറ്റിംഗ് ഉണ്ട്. നമുക്ക് അവിടെ ഇരിക്കുന്നതിനെക്കാട്ടി സുഖം ശരിക്കും ബാക്കിലൊക്കെ വെള്ളത്തിൽ കാലിട്ടിട്ടൊക്കെ നമുക്ക് ഇരിക്കാം. അങ്ങനെയും ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം തന്നെ നോക്കിയിരിക്കുകയായിരുന്നു കുറേ ടൈം. എല്ലാവരും കൂടെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതിൽ അവിടുത്തെ നമ്മൾ സ്നോർക്കലിങ് ചെയ്യിക്കാനും ഒക്കെയുള്ള ചെക്കന്മാരൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, നല്ല ഒരു പെരുമാറ്റവും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അവർ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ഇങ്ങനെ സെൻറ്ററിലേക്കൊക്കെ എത്തിയപ്പോൾ ആമനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഡ്രൈവർ ഒരു ഓടിക്കുന്ന ആൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടു, വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ല. പിന്നെ നമ്മൾ വേറൊരു ദിവസം പിറ്റേ ദിവസം ഗ്ലാസ് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ക്ലിയറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആമനൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ ഈ കളറ് വെള്ളത്തിൻ്റെത്. ഇനി നോക്കിക്കോ, നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് ദൂരത്തേക്ക് എത്തുമ്പോൾ ഇതാ കളറ് ഒരുപാടങ്ങ് മാറി, ഒരു ഡാർക്ക് ബ്ലൂ ആയി. ഭയങ്കര ഒരു മാറ്റമാണ് കേട്ടോ വെള്ളത്തിൻ്റെ കളർ എന്ന് പറയുന്നത്. ഭംഗിയും ഭയങ്കരമാണ്. അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ പോയപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ കളറ് വീണ്ടും മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആഴം കുറഞ്ഞ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ആഴം കൂടിയ സ്ഥലത്താണ് കുറച്ച് ഡാർക്ക് ബ്ലൂ. ഇവിടേക്ക് എത്തുമ്പോൾ കുറച്ചൊരു ലൈറ്റിഷ് കളറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. അവിടെ വേറെയും ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ആഴം കുറവാണ്, അപ്പോൾ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കുറേ നേരം കളിച്ചു. ആദ്യമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് നടക്കുകയേ ചെയ്തുള്ളൂ, കുറച്ച് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ആ പരിപാടിയൊക്കെ ആയിരുന്നു. ഉപ്പ ആദ്യം ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉപ്പക്കും ഇങ്ങനെ വെള്ളവും ആൾക്കാരൊക്കെ കണ്ടപ്പോൾ പിന്നെ ഉപ്പ അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ഈ ഡ്രസ്സ് നനയോ, നമ്മൾ ബീച്ചിൽ പോയാലുള്ള ആ ഒരു ഇതായിരുന്നു. പിന്നെ എല്ലാവരും വെള്ളത്തിൽ തന്നെ മുഴുവനും വെള്ളത്തിൽ കിടക്കുക, കളിക്കുക. നല്ല രസമായിരുന്നു, അടിപൊളി ക്ലിയർ വെള്ളമാണല്ലോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും നമ്മുടെ കൂടെ വന്ന പയ്യന്മാർ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു വീഡിയോസൊക്കെ എടുക്കാൻ. നമ്മളെ ഫോട്ടോസും ഒക്കെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. പിന്നെ ബോട്ടിൽ കയറിയതിന് ശേഷം ഞാനിങ്ങനെ നല്ല ചാരി ഇരുന്നായിരുന്നു. നല്ലൊരു സ്പോട്ട് കിട്ടി. അങ്ങനെ ഉമ്മ ഒരു വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെയും കുറേ സമയം യാത്രയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡൊക്കെ നമ്മുടെ റൂമിൽ നിന്ന് തന്നെ
പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. ബിരിയാണി ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ കോഴിച്ചോറെന്നൊക്കെ പറയില്ലേ, ഇറച്ചിച്ചോറൊക്കെ പോലെ ആ ഒരു രീതിയിലുള്ള അവിടുത്തെ ഒരു റൈസായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ സ്നോർക്കലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. നല്ല വിശന്നിട്ടായിരുന്നു എല്ലാവരും കഴിച്ചത്. അച്ചാറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്നോർക്കലിങ്ങിനാണ് നമ്മൾ പോകുന്നത്. എന്താ പറയുക, ഈ ഒരു സംഭവം എന്താണെന്ന് പോലും നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും തന്നെ സ്വിമ്മിങ്ങും അറിയില്ല. വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ ശരിക്കും ഈ ഒരു സംഭവത്തിനൊന്നും പോകുന്നേ വിചാരിച്ചിട്ടില്ല. അത്രയും പേടിയായിരുന്നു. സ്കൂബ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയൊക്കെ ആദ്യം പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പോകണമെന്നേ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് സ്വിമ്മിങ് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മളതൊന്നും വേണ്ടാന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചത് കേട്ടോ പോകുമ്പോൾ തന്നെ. അങ്ങനെ സ്നോർക്കലിങ് നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഈ പാക്കേജിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ഓൾറെഡി പേ ചെയ്ത ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സ്കൂബ അങ്ങനെയല്ല കേട്ടോ, എക്സ്ട്രാ ആയിരുന്നു. സ്കൂബക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ അത് ഇന്നല്ല, പിറ്റേ ദിവസമാണ് നമ്മൾ സ്കൂബ ചെയ്തത്, 3rd ഡേ. അപ്പോൾ ഇതാ സ്നോർക്കലിങ്ങിന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അവരോടെല്ലാം പറയുന്നുണ്ട് എനിക്ക് പേടിയാണ്, സ്വിമ്മിങ് അറിയില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ കൂളാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകുള്ളൂ. അപ്പം ആദ്യം തന്നെ നമുക്കൊരു ട്രയൽ പോലെ ഇറങ്ങിയ അടുത്ത് തന്നെ വലിയ ഡീപ്പല്ലാത്ത സ്ഥലത്താണ് ആദ്യം ഇറക്കുക. എന്നിട്ട് ഇങ്ങനെ തല ഒന്ന് ജസ്റ്റ് കമഴ്ത്താൻ പറയും. പിന്നെ കാല് പൊക്കി വെക്കുകയും ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അധികം ഡീപ്പല്ലാത്തതുകൊണ്ട് നമുക്ക് ചെരുപ്പിട്ട് തന്നെ ഇറങ്ങാമെന്ന് വെച്ചു. കാരണം നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ മുഖത്തൊരു മാസ്ക് പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റും ഇടും. അതുകൊണ്ട് മുങ്ങിപ്പോകത്തൊന്നുമില്ല. അപ്പം ബ്രീത്ത് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളോട് ഒന്ന് തല കമിഴ്ത്തിയാൽ തന്നെ നമുക്ക് അടിയിലുള്ള എല്ലാം ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. നമ്മൾ ഈ ബൈനോക്കുലറിൽ അങ്ങനെയൊക്കെ കാണില്ല, മൈക്രോസ്കോപ്പ് കൂടെ ഒക്കെ നോക്കുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണാം മീനിനൊക്കെ. എന്ത് ഭംഗിയാണെന്നറിയാം. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല. നമ്മളങ്ങനെ പോകും. അപ്പോൾ അവർ കൈ പിടിച്ച് കൊണ്ടുപോകും. നമ്മുടെ വേറൊരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ല, അവർക്കൊക്കെ നീന്താൻ അറിയുന്നതുകൊണ്ട് അവരൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടൊക്കെ. എല്ലാവരും അടിപൊളി അഭിപ്രായമായിരുന്നു. അങ്ങനെ ഇത് അടുത്ത മോനും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം നമുക്ക് പറഞ്ഞു തരും. നല്ല പയ്യന്മാരായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അവരാദ്യം ഒന്ന് നോക്കാൻ പറയും, എന്നിട്ട് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ ചോദിച്ച് അടിപൊളിയായിട്ടാണ് അവർ കൊണ്ടുപോവുക. പിന്നെ നമുക്ക് ബിസ്ക്കറ്റൊക്കെ കൈ തരും കേട്ടോ. മീൻ നല്ലപോലെയുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അതൊക്കെ ഫുഡ് കൊടുക്കാം. ആദ്യം നമ്മളിങ്ങനെ നിർത്തിയിട്ട് അവർ നോക്കുക. പിന്നെ അങ്ങോട്ടും എത്തുമ്പോൾ അവരും നമ്മുടെ കൂടെ ആ ഒരു മാസ്കൊക്കെ വെച്ചിട്ട് നോക്കും. നല്ല രസമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് നമുക്കൊക്കെ. അങ്ങനെ അതാ ഹസ്ബൻഡും പിന്നെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഉപ്പ പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഉപ്പയും പോയി. എല്ലാവരും പോയി കണ്ടപ്പോൾ ഉപ്പക്കും ആഗ്രഹമായി. അങ്ങനെ ഉപ്പയും പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. ഉമ്മനെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. Myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of അങ്ങനെ ലാസ്റ്റിൽ ഉപ്പയും പോയി വന്നു. ഉപ്പ കുറച്ച് ചെവിയിൽ വെള്ളമൊക്കെ കയറി.
അങ്ങനെ എല്ലാവർക്കും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും നമ്മൾ കുറച്ച് മുമ്പോട്ട് ബോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തേക്ക്. അവിടെയാണ് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സ്നോർക്കലിംഗ് ചെയ്തത്. കുറച്ച് ഡീപ്പാണ് അവിടെ. താഴേക്ക് നോക്കുമ്പോൾ തന്നെ ശരിക്ക് എനിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. ഇറങ്ങി അവർ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറയും. അപ്പോൾ നോക്കിയപ്പോൾ തന്നെ നല്ല ആഴമുണ്ടായിരുന്നു. അങ്ങനെ മോനെ ഫസ്റ്റ് കൊണ്ടുപോയി, അങ്ങനെ പോയി. എന്നിട്ട് കുറച്ച് അങ്ങോട്ടൊക്കെ പോയി. അവിടെ നിന്നും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയുന്നത് ബിസ്ക്കറ്റാണ്. അവിടെ ബിസ്ക്കറ്റ് ഇവർ കയ്യിൽ പിടിക്കും, എന്നിട്ട് അവിടെ എത്തുമ്പോൾ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കും. അതാണ് ഇപ്പോൾ എറിഞ്ഞു കൊടുത്തത്. 5 രൂപയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് പോയി. അതും ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ തിരിച്ചു വന്നു ഒരു തവണ ആഴം കണ്ടപ്പോൾ. പക്ഷെ പിന്നെ പോയി വന്നവരൊക്കെ പറഞ്ഞു ഇറങ്ങുന്ന സ്ഥലത്ത് അത്ര ആഴം, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അത്ര പേടിയൊന്നും തോന്നില്ല, മീനുകളൊക്കെ കാണും, അടിപൊളിയാണ്. അങ്ങനെ പിന്നെയും ഞാൻ രണ്ടാമത് പോയി. അതുകൊണ്ട് അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങുന്ന ടൈമിലുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് നമ്മൾ ചെയ്തതാണല്ലോ, അപ്പോൾ ആ ഒരു ഇതുണ്ട് നമുക്ക്. പക്ഷേ ഇത്ര ഡീപ്പായിരിക്കും എന്നുള്ള ഒരു ധാരണ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടിട്ട് കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇറങ്ങിയ സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ അത്ര ഡീപ്പില്ലാതെ നമുക്ക് വേണമെങ്കിൽ നിൽക്കുകയും ചെയ്യാം, അത്രേ ആഴം ഉണ്ടായിരുന്നുള്ളൂ. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആകെ ടെൻഷനായി മുങ്ങിപ്പോകുമോ എന്നുള്ളത്. പക്ഷേ ഈ ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് മുങ്ങിപ്പോകത്തൊന്നുമില്ല. പക്ഷേ നമുക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ തിരിച്ച് കയറി ഞാൻ. അങ്ങനെ പിന്നെ അവർ പേടി ഉണ്ടെങ്കിൽ 2 പേര് കൈ പിടിച്ച് കൊണ്ടുപോകും, അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് 2 പേര് പിടിച്ച് കൊണ്ടുപോയി, എനിക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡും ഇങ്ങനെ നിർബന്ധിച്ചു, എന്തായാലും ചാൻസ് അല്ലേ പോ. അങ്ങനെ ഒരു ഹാറ്റ് വെച്ചിട്ടുള്ള ആളെ കണ്ടില്ല, ആളും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു കേട്ടോ. പോയിക്കോളൂ, ഒന്നും പേടിക്കാനില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ പോയി. 2 പേരും കൈ പിടിച്ച് കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു കേട്ടോ കാഴ്ച. നമ്മൾ അടിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പിന്നെ വീഡിയോസ് നമുക്കില്ല. സ്നോർക്കലിങ്ങിന് വീഡിയോസ് ഒന്നും എടുക്കില്ല. സ്കൂബക്കാണ് നമുക്ക് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഫോണിലും വാട്ടർ പ്രൂഫ് അല്ല, അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റുമായിരിക്കും, അതെന്താണെന്ന് അറിയില്ല കേട്ടോ. മറ്റേത് സ്കൂബൻ്റെത് അവർ തന്നെ വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തന്നതാണ്. അങ്ങനെ ഇതും ഞാൻ പോയി വന്നു. അങ്ങനെ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് ആണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോൻ്റെ ഫസ്റ്റിൽ, ചിക്കൻ റൈസ് ആയിരുന്നു, ഇറച്ചിച്ചോറൊക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അവർ പറഞ്ഞത് ഇഷ്ടി വെന്തലു അങ്ങനെ എന്തോ ആണ്. ഞാൻ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത് തന്നെയാണോ, ഇഷ്ടി വെന്തലു അങ്ങനെ എന്താണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വേറൊരു തുരുത്തിലാണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ അവിടെ നല്ല വ്യൂ ആയിരുന്നു, യൂഞ്ഞാലൊക്കെ ഉണ്ട്. അവിടെ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു, കറങ്ങി കണ്ടു. അവിടെ വേറെ ഗ്രൂപ്പായിട്ട് വന്നവരൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ പിന്നെ ബോട്ടിൽ നിന്ന് തന്നെ കഴിച്ചു, നല്ല സൗകര്യമായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബോട്ടിൽ ശരിക്കും കുറച്ച് മണിക്കൂറുകൾ തന്നെ യാത്ര ഉണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ പിന്നെ സ്നോർക്കലിങ്ങിന് അവിടെ ഇവിടെയൊക്കെ നിർത്തിയത് കൊണ്ട് അങ്ങനെ അറിയില്ല, തിരിച്ചു പോകുമ്പോഴാണ് കുറച്ചും കൂടെ അറിയുക. എന്നാലും നല്ലൊരു യാത്രയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഡേ ശരിക്കും ടയേർഡായി. നമ്മൾ ഒരു 6 മണിൻ്റെ അകത്താണ് നമ്മൾ തിരിച്ചെത്തുന്നത്. പിന്നെ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ അടിപൊളി ഡേ ആയിരുന്നു സെക്കൻഡ് ഡേ. ഇനി സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒക്കെ ഒരു വിശേഷങ്ങളാണ് തേർഡ് ഡേ ഉള്ളത്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.